മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 136.1 അടിയായി. ഷട്ടറുകൾ രാവിലെ 10 മണിക്ക് തുറക്കും. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയാണ് 10 മണിയോടുകൂടി. ഇടുക്കിയിൽ ഇപ്പോഴും ശക്തമായ മഴയാണോ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, മഴയ്ക്ക് ശമനമുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നും കാര്യമായിട്ടുള്ള മഴ വൃഷ്ടിപ്രദേശത്ത് പെയ്തിട്ടില്ല. വളരെ സാവധാനത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത്. 136.10 അടിയായിട്ട് ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഡാമിലെ ജലനിരപ്പ് 136 അടിയായത്. പക്ഷേ രാത്രി സമയമായതുകൊണ്ട് തന്നെയാണ് ഷട്ടറുകൾ ഉയർത്താത്തത്. രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും എന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000 കരയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുക. പക്ഷേ തീരത്ത് കാര്യമായിട്ടുള്ള ആശങ്കയ്ക്കുള്ള സാധ്യതയില്ല. കാരണം പെരിയാറിലെ ജലനിരപ്പ് വളരെ കുറവാണ്. ഏതാണ്ട് ഒരടിയിൽ താഴെ വെള്ളം മാത്രമേ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ തീരദേശത്ത് യാതൊരു ആശങ്കയുമില്ല. ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കിയിരിക്കുന്നത്. അത് തീരത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയാണ്. ഇത് വെള്ളം കയറാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളുടെ കണക്കാണിത്. പക്ഷെ അത്രയും ആളുകൾ മാറി താമസിക്കാൻ സാധ്യതയില്ല. തീരത്ത് യാതൊരു ആശങ്കയും നിലവിലില്ല. സന്ധ്യ, അപ്പോൾ ജെയിൻ, ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആ ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ മഴ കുറവായതുകൊണ്ട് തന്നെ തീരത്ത് കാര്യമായിട്ടുള്ള ആശങ്കയില്ല. വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല.